ചിലക്ക് ശാപ്പാട് കൊടുത്താൽ മതി അവർ മയങ്ങും, ചിലക്ക് വസ്ത്രം കൊടുത്താൽ മതി അവർ വീടും, ചിലക്ക് ഫോറിൻ സോപ്പും 2 സ്പ്രേയും കിട്ടിയാൽ മതി അവരും, ചിലക്ക് കാശ് കൊടുത്താൽ മതി അവർ വീട്, ചിലക്ക് ഇതൊന്നും വേണ്ട, നുണയും കൊതിയും കേട്ടാൽ മതി, അവർക്ക് കാശും വേണ്ട പുത്തനും വേണ്ട, ആരുടെയും കുറ്റവും കുറവുമൊക്കെ. ഭയമുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഭയമാണ്. ബഹുമാനത്തിൽ ഭയപ്പെടുന്നതല്ല ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഭർത്താവിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. യോച്ചായൻ ബഹുമാനത്തോടുള്ള ഭയമല്ല, ഒരു ഭീകര രൂപി വരുന്നത്. കാരണം വന്നാൽ ഇടി ഉറപ്പാ, അല്ലെ തെറി ഉറപ്പാ, അങ്ങനെ പേടിക്കുന്നവരുണ്ട്. ഭാര്യയെ ഭയപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ മക്കളെ പേടിച്ച് കഴിയുന്ന വീടുകളും ഉണ്ട്. അവൻ വരുന്നു, നിങ്ങൾ ഇനി ഒന്നും വേണ്ടിയാക്കരുത്, അവൻ പോകുന്നത് വരെ ഒരക്ഷരം, അങ്ങനെ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. പ്രായമുള്ള വീട്ടിലെ കാർന്നോനെ അല്ലെങ്കിൽ വീട്ടിലെ പ്രായമുള്ള ആളിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ബഹുമാനത്തിൽ ഭയപ്പെടും, അതല്ല ഞാൻ ഈ പറഞ്ഞത്. അപ്പച്ചൻ മാ തുറന്ന അനാവശ്യമേ, അങ്ങനെ പേടിക്കുന്നവരുണ്ട്. പ്രായമുള്ളവര് മക്കളെയും കൊച്ചുമക്കളെയും പേടിച്ച് ഭയത്തോടെ ജീവിക്കുന്നവരുണ്ട്. ചിലർക്ക് പ്രകൃതി ശക്തികളെ ഭയമുള്ളവരുണ്ട്. ഇടിവെട്ടുന്നത്, കൊള്ളിയാൻ മിന്നുന്നത്, ഭൂമി കുലുക്കം, കാറ്റും കൊടുങ്കാറ്റും, പേമാരി, റീത്ത, കത്രീന, അല്ലേ, നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചതാ, സുനാമി. ഇപ്പം ഈ പടിഞ്ഞാറൻ സ്ഥലത്തുള്ളവരെല്ലാം വെള്ളപ്പൊക്കം വന്ന് വെള്ളം ഇച്ചിരി പൊങ്ങുമ്പോഴേ വെപ്രാളവാ, പേടിയാ. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരൊക്കെ കുട്ടനാട്, അപ്പർ കുട്ടനാട്ടിലും മറ്റു കുട്ടനാട്ടിൻ്റെ പല ഇടങ്ങളിലുള്ളവരൊക്കെ കിഴക്കോട്ട് 5 സെൻറ്റ് ആന്നേലും മതി, പല്ലച്ചാതി കര പറ്റാന്നും പറഞ്ഞു. അന്നേരം കരയിലോട്ട് വന്നപ്പോൾ ഇവിടുന്ന് ഉരുള് പൊട്ടി മൊത്തത്തിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. കരക്കോട്ടി വന്നപ്പം അവിടെ ആയിരുന്നേ വല്ല വാഴപ്പിണ്ടിയും ചെങ്ങാടത്തെ തപ്പിയെങ്കിലും ബാധിച്ച് നടക്കാം. അത് പേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ചെങ്ങാടമില്ല, വാഴപ്പിണ്ടിയില്ല, മൊത്തം അടിച്ചു തൂത്ത് കൊണ്ടുപോവുക. പ്രകൃതി ശക്തികളെ ഭയം, ഇടിവെട്ടുന്നത്, കൊള്ളിയാൻ മിന്നുന്നത്, ഭൂമി കുലുക്കം, സുനാമി. അടുത്ത കാലത്ത് ഇപ്പോൾ കോവിഡ് ആയിരുന്നു ഭയം, ഇല്ലേ? എല്ലാവർക്കും പേടിയായിരുന്നു. ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പോലും അടുത്ത് വരാത്തൊരു കാലമായിരുന്നു, അല്ലേ? പേടിയാ, പേടി. നിയമത്തിനും വിധേയപ്പെടണം, ഭയവുമായിരുന്നു. ആ കോവിഡിന്റെ രൂക്ഷ സമയം നിങ്ങൾ ഓർക്കുന്നേ, ഭർത്താവ് ഒരു ചുമ ചമച്ച ഉടനെ ഭാര്യ അകന്ന് മാറും, അല്ലേ? മിണ്ടുന്നില്ലല്ലോ ആരും. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട്, ഭാര്യ മരിച്ചിട്ട് അടുത്ത് ചെന്ന് ഡെഡ് ബോഡി കാണാൻ പോലും ഒക്കാഞ്ഞ ധാരാളം പേരുണ്ട്. കുറ്റമല്ലി പറഞ്ഞത്, അങ്ങനെ ഭയമായിരുന്ന മനുഷ്യൻ. അന്ത്യമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റാതെ ഇരുന്ന സമയം. എനിക്കിപ്പോഴും സങ്കടമാ. നമ്മുടെ വെട്ടിയാറിലെ ബാബുച്ചായന് ഈ യോഗത്തിന് ധാരാളം വന്ന് സംബന്ധിക്കുകയും അദ്ദേഹം ആ സമയത്താണ് കടന്നു പോയത്. ഞങ്ങൾ പോയി, പെട്ടെന്നായിരുന്നു ശുശ്രൂഷകൾ അങ്ങ് ചെയ്ത് സംസ്കരിച്ചത്. അതുകൊണ്ട് വളരെ മനോവേദനയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ എത്രയോ പേര് നമ്മുടെ വേണ്ടപ്പെട്ടവർ. ഇപ്പോൾ പുതിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നിയമങ്ങളൊക്കെ കർക്കശമാക്കുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും ഒരു ഭയമാണ് എല്ലാവർക്കും. മനുഷ്യരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുന്നവരാ.
ഇവിടെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. യോസേപ്പ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന ഭാഗമാണ്. യോസേപ്പ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. അതാ, നിങ്ങളെല്ലാരും കൂടെ എന്റെ നേരെ ദോഷം വിചാരിച്ചു. പശ്ചാത്തല ഭാഗം നമുക്കറിയാം. ഈ ചേട്ടന്മാരെല്ലാം കൂടെ യോസേപ്പിനെ, നമ്മുടെ ഈ പെന്തിക്കോസ് ശൈലി ഞാൻ പറയാം, യോസേപ്പിനെ ചേട്ടന്മാരെല്ലാം കൂടെ അങ്ങ് ഒതുക്കി. ചേട്ടായിമാരല്ല, ഈ ആത്മീക ലോകത്തും ഇതുപോലെ ധാരാളം ചേട്ടായിമാരുണ്ട്. ഇവരെല്ലാം കൂടെ കൂടിയാണ് യോസേപ്പിനെ ഒതുക്കിയത്. ദൂരെ വെച്ച് ഇവർ കണ്ടേച്ച് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചോടുത്തൻ ചോദിച്ചു, ആരാ? ഇവിടെ അല്ലേ സ്വപ്നക്കാരൻ. പുള്ളി ഇതൊന്നും അറിഞ്ഞില്ല. പുള്ളി ഇവരുടെ ക്ഷേമം അറിയാനാ യോസേപ്പ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം പറഞ്ഞു, മോനെ ക്ഷേമം അറിഞ്ഞേച്ച് വരാൻ. പുള്ളി ഇതൊന്നും അറിയാതെ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവന്മാരിവിടെ കുരുക്കൊരുക്കി വെച്ചിരിക്കുക. ഇവന്മാർ കുറേ നാൾ കൊണ്ട് കുരുക്കൊരുക്കുക. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കുരുക്കൊന്നും അല്ല, ഏറെ നാൾ കൊണ്ട് ഇങ്ങനെ കുരുക്കൊപ്പിക്കുക. കുരുക്ക് ഒരുക്കി വെച്ചോണ്ടിരിക്കാതെ കയ്യിൽ എങ്ങനെയും ഒന്ന് കിട്ടണമല്ലോ. അതിനിങ്ങനെ ഓങ്ങി നിൽക്കുമ്പോഴാ സൂക്ഷം അപ്പം പറഞ്ഞു, അവര് ശേഖേമിൽ ആടിനെ തീറ്റാൻ പോയി ബവര് പറഞ്ഞേച്ച് വരാൻ. ഈ സഹോദരൻ ഇവരുടെ വിവരം അറിയാൻ ചെന്നതാ. ഞാൻ ചിലപ്പോൾ അങ്ങ് ചിന്തിക്കാറുണ്ട്, വിവരമില്ലാത്തവൻ്റെ വിവരം അറിയാൻ പോയാ നീ വിവരം അറിയും. നിങ്ങൾക്ക് മനസ്സിലായോ? വിവരമില്ലാത്തവൻ്റെ വിവരം അറിയാൻ നീ പോയാൽ നീ വിവരം അറിയും. പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. പുള്ളി ഈ ദ്വയാർത്ഥത്തിൽ സംസാരിക്കും ചില വിഷയങ്ങൾ. ഒരാൾ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ പുള്ളി സാക്ഷിക്ക് എഴുന്നേറ്റ് പറഞ്ഞു, മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുത്. പുള്ളിയുടെ ഡയലോഗാ, മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുത്. പിള്ളേർക്ക് ഇത് പിടി കിട്ടിയില്ല. അതിൻ്റെ അപ്പച്ച അങ്ങനെ പറഞ്ഞ്, എടാ മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതാ, മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, പക്ഷേ മീൻ നിന്നെ പിടിക്കരുതെന്ന്. ഞങ്ങളുടെ വേറൊരു അപ്പച്ചനുണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ, എനിക്ക് അപ്പച്ചന്മാരെയൊക്കെ ഇഷ്ടമാണ്. പുള്ളി പണ്ട് കാലമാണ് ഈ പെര കെട്ടിക്കൊണ്ടിരിക്കുക. അന്നൊക്കെ പെര കെട്ടുക, ഓലപ്പെര കെട്ടിക്കൊണ്ടിരുന്നപ്പം ഈ അപ്പച്ചൻ അവിടെ ചെന്നു. എന്നാൽ വീട്ടുകാരനോട് ചോദിച്ചു, ഏതായാലും പെര മേയുകയാന്നല്ലോ. അവൾ പറഞ്ഞ് പെര മേയുക. അപ്പം ചോദിച്ചു, ഓലയ്ക്കാന്നോ? പറഞ്ഞു, ഓലയ്ക്ക് മേയാനായി ഇരുന്നത്. അപ്പം പിള്ളേർ പറഞ്ഞ്, ഓല ഇപ്രാവശ്യം ഇടണ്ട, നമുക്ക് ഓടിടാം. അതുകൊണ്ട് ഓലയെല്ലാം അങ്ങ് മാറ്റി, നേരത്തെ മടഞ്ഞു വെച്ചതാ, അത് മാറ്റി ഓടിടുക എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ്, എന്നാ ഓടിടുന്നത്? അടുത്ത ദിവസം പുള്ളി പിറ്റേന്ന് അവിടെ ചെന്നു. അപ്പം അവരെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക. അപ്പം പുള്ളി ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന പുള്ളി വർത്താനം എല്ലാം പറഞ്ഞു, ആട്ടെ ഓടിടുന്നത് കൊള്ളാം, മോളോട് പറഞ്ഞു വരുന്നയോ? മോളോട് പറഞ്ഞോ എന്ന് പറഞ്ഞിക്കോ, അവളായത് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞു. പുള്ളി ചോദിക്കുന്ന ഈ കമത്തോടിൻ്റെ കാര്യമാണ്. അതാ മോളോട്, മേളത്തെ ഓട്. ചെന്ന പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. കമത്തോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇതെല്ലാം ഇട്ട് വരുമ്പോൾ മേളിൽ കമത്തണ്ടേ? അതിനാ പുള്ളി ചോദിക്കുന്ന കമത്തോടെന്ന് പറഞ്ഞില്ല, പുള്ളി മോളോട് പറഞ്ഞിട്ടുണ്ടോന്ന്. വീട്ടുകാരൻ പറഞ്ഞു, അയ്യോ അവളാ പറഞ്ഞ ആദ്യം ഓടിടാന്ന്. പിന്നെയും പുള്ളി ചോദിച്ചു, മോളോട് പറഞ്ഞു എന്ന് ചോദിച്ചു. പിന്നെ 2-3 ആവർത്തി കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കും എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവരമില്ലാത്തവൻ്റെ വിവരം അറിയാൻ പോയാൽ അതാ ഇവിടെ സംഭവിച്ചത്. സ്തോത്രം. വിവരമില്ലാത്തവൻ്റെ കൂടെ നടന്നാലും
വിവരം അറിയും. സ്തോത്രം. ഞങ്ങൾ സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. ഒരിക്കലൊരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. കൂടെയും ഒരാളുണ്ട്. അവിടെ ചെന്ന് ആ വീട്ടുകാർ ക്ഷണിച്ച് അകത്തിരുത്തി. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാര്യമെല്ലാം പറഞ്ഞു. ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ശാന്തമായിട്ട് അവരും വളരെ ശ്രദ്ധിച്ച് കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അവർ വെള്ളം കൊണ്ടുവന്ന് വെച്ച് കുടിക്കാൻ. തണുത്ത വെള്ളം അങ്ങോട്ട് വെച്ചുടനെ ആ വെച്ച കൊച്ചമ്മയോടാ എൻ്റെ കൂടെയുള്ള പുള്ളി ചോദിച്ചു, ഇതെന്നതായിരിക്കുന്നെന്ന്. വല്ല കാര്യമുള്ളതാണ്. അവിടെ പല ഫോട്ടോസുണ്ട്. ഇതെന്നതാണ്. അപ്പം വീട്ടിലെ പുള്ളി മിടുക്കനാണെന്ന് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. എന്നെയും പുള്ളി അങ്ങോട്ട് ഇറക്കി വിട്ടു. കണ്ട, ഇത് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെന്നതാന്ന് നമുക്ക് മനസ്സിലായി, വീട്ടുകാർക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ അവിടെ കൊണ്ട് വച്ചേക്കുന്നത്. ഇത് നമുക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആ നല്ല ചൂടുള്ള സമയത്ത് വെള്ളം പോലും കുടിക്കാൻ അനുവദിച്ചില്ല. അതാ, വിവരമില്ലാത്തവരുടെ കൂടെ പോയാൽ വിവരം അറിയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഞാനിവിടെ നമ്മുടെ പൂട്ടാൻ കുഞ്ഞുമോൻ പാസ്റ്റർ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. അന്ന് അവിടെ ഒരു യോഗം നടത്തിയപ്പം എനിക്ക് വേണ്ടപ്പെട്ടൊരു സഹോദരൻ, ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള സഹോദരൻ, അവന് ഇടയ്ക്ക് വെച്ച് എന്നെ കണ്ടു. അപ്പം ഞാൻ രാവിലെ പാല് മേടിക്കാനായിട്ട് തിരുവല്ല ടൗണിലോട്ട് ചെന്നു. അപ്പോൾ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്യാവശ്യം പോകണം. ഞാൻ പറഞ്ഞു, വാ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രാർത്ഥനയ്ക്ക് ആ വീട്ടിലോട്ട് വന്ന് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അകത്തോട്ട്, അന്ന് ഞാൻ എന്നെ അവിടെ വേറെ ഒരു ഷിബു ബ്രദറും ഫാമിലിയുണ്ട്, വേറൊരു റോയിച്ചനും ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഈ പാല് അവിടുത്തെ അമ്മച്ചിയുണ്ട് അകത്തോട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് പോയ സമയത്ത് പ്രാർത്ഥനയ്ക്ക് നേരത്തെ വന്ന 2 സഹോദരിമാരിൽ ഒരു സഹോദരി ഈ പയ്യനോട് ചോദിക്കുക, നെറ്റിയാൽ എന്നാ ഇരിക്കുന്നെന്ന്. വല്ല കാര്യമുള്ള കാര്യമാണോ? ആ സഹോദരൻ അവൻ്റെ വിശ്വാസം അനുസരിച്ച് രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയേച്ച് വന്നപ്പം നമ്മളുമായുള്ള സ്നേഹബന്ധത്തിൽ ഞാൻ വിളിച്ചപ്പം വന്നതാ. അവനെ അങ്ങോട്ട് ഇരുത്തിയേച്ച് ഞാൻ അടുക്കളയിൽ പോയപ്പോൾ തള്ള കുരുക്കൊപ്പിച്ചു. നെറ്റിയല്ലെന്നാ അത്ര ചോദിച്ചോളൂ. അവൻ ഇറങ്ങി അങ്ങ് പോയി. ഞാൻ പാലും എല്ലാം കൊണ്ട് കൊടുത്ത് കാര്യം പറഞ്ഞു വെച്ച് വന്നപ്പോൾ അവനെ കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വന്നയാ? അത് പോയെന്ന് പറഞ്ഞു. പോയതല്ല, വിട്ടതാ. എന്താ ദൈവമക്കൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ പരിജ്ഞാനത്തോടെ ഇടപെടണം. സ്തോത്രം. അതെ, ഈ വിവരമില്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെതായ ദോഷമുണ്ട്. ഇവിടെ ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അറിയാനാണ് യോസേഫ് ചെന്നത്. ദൂരെ വച്ച് ഇവരവനെ കണ്ടു. അഭിപ്രായം പറഞ്ഞ് സ്വപ്നക്കാരൻ വരുന്നു. അടുത്ത് വന്നപ്പോൾ ഇവൻ്റെ വസ്ത്രമൂരിയെടുത്ത് വെള്ളമില്ലാത്ത കിണറ്റിൽ ഇവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഈ ജ്യേഷ്ഠന്മാരെല്ലാം യോസേഫിന് വിരോധമായി ദോഷം വിചാരിച്ചവരും പ്രവർത്തിച്ചവരുമാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ യോസേഫിനെ ഉയർത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങൾക്ക് വിരോധമായി, നിനക്ക് വിരോധമായി ദോഷം പ്രവർത്തിച്ചെന്ന് വരാം, ദോഷം പറഞ്ഞെന്ന് വരാം, ദോഷം ചെയ്തെന്ന് വരാം, ദോഷ പ്രവൃത്തികൾ വർദ്ധിച്ചെന്ന് വരാൻ നിരാശപ്പെട്ടു പോകരുത്. ആമേൻ. ഭാരപ്പെട്ടു പോകരുത്. വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയെങ്കിൽ ദൈവം ആമേൻ തക്ക സമയമാകുമ്പോൾ നിന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. കാലങ്ങളേറെ കടന്നുപോയി, നാളുകളേറെ കഴിഞ്ഞു. ദൈവത്തിൻ്റെ ടൈമായപ്പോൾ ദൈവം യോസേഫിനെ ഉയർത്തി. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ്. ഇതിനിടയ്ക്ക് ഒത്തിരി പീഡകൾ അനുഭവിച്ചു. പൊട്ടക്കിണറിൻ്റെ അനുഭവങ്ങൾ, വസ്ത്രം അവര് പറിച്ചെടുത്തു, ചന്തയെ കൊണ്ട് വില പറഞ്ഞു, പൊത്തീഫറിന്റെ വീട്ടിൽ ആമേൻ അപമാന കുറ്റമടിച്ചേൽപ്പിച്ചു, കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു, എന്തെല്ലാം വൈതരണികൾ
ജീവിതത്തിലുണ്ടായി. എന്നാൽ ഇതിൻ്റെ നടുവിലൊന്നും ഈ യോസേഫ് തളർന്നു പോയില്ല. ദൈവമക്കളോട് ഈ പകൽ പറയാം, ദൈവമക്കൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ആമേൻ. വചനത്തിലും ആത്മാവിലും ബലപ്പെട്ടോണം. നിങ്ങളോട് അറിയിക്കുന്ന ആത്മിക ദൂത്, ആത്മിക സന്ദേശങ്ങളിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. എന്തിനേറെ യോസേഫിനെ ദൈവം ഉയർത്തി. ഒടുവിൽ മിസ്രയീം ദേശത്ത് മുഴുവൻ ക്ഷാമം. ആ ക്ഷാമത്തിൽ ജ്യേഷ്ഠന്മാര് ആഹാരം തേടി മിസ്രയീമിലെത്തി. യോസേഫ് അറിയാത്ത ഭാവത്തിലൊക്കെ ആദ്യം ഇടപെട്ടെങ്കിലും നമ്മൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ ഒടുവിൽ തന്നെത്താൻ വെളിപ്പെടുത്തി കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് പൊട്ടിക്കരഞ്ഞേച്ച് പറഞ്ഞു, നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ യോസേപ്പാ ഞാൻ. സ്തോത്രം. അപ്പച്ചനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, കണ്ടാ കൊള്ളാം. രഥം അയച്ചു. ആ രഥത്തിൽ യാക്കോബും കുടുംബവും എല്ലാം കൂടെ കയറി മിസ്രയീമിൽ എത്തി. അങ്ങനെ ദീർഘവർഷങ്ങൾ ഇവർ മിസ്രയീമിൽ പാർത്തു. ഏതാണ്ട് യാക്കോബ് 17 കൊല്ലം മിസ്രയീമിൽ പാർത്തു. അതിനുശേഷമായിട്ട് യാക്കോബ് മരിക്കുക. നാം ഇങ്ങനെ വായിക്കുന്നത്, യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി. അതിനുശേഷം കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാരും സഹോദരന്മാരും എല്ലാം കൂടെ ചേർന്ന് യാക്കോബിനെ സംസ്കരിക്കുവാൻ മിസ്രയീമിൽ നിന്ന് തൻ്റെ ഭൗതിക ശരീരം കനാനിലേക്ക് കൊണ്ടുപോയി. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ മരണവീടുകളിലൊക്കെ പറയാറുണ്ട്, ഈ മരണസമയത്ത് ഉടക്കുകാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ. കല്യാണ വീട്ടിൽ എല്ലാവരോടും ഒന്നിച്ചു കൂടുകയല്ല. കല്യാണ വീട്ടിൽ പിന്നെയും കുരുക്കൊപ്പിച്ചിരിക്കത്തേ ഉള്ളൂ. ആ തെങ്ങിൻ്റെ മുട്ടി 2 പേര് ഇന്ന് കുരുക്കൊപ്പിക്കുന്നു. മാഞ്ചോട്ടിൽ പോയി 3-4 പേര് കുരുക്കൊപ്പിക്കുന്നു. അപ്പൻ്റെ പെങ്ങള് ഭക്ഷണം കഴിക്കാതെ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അമ്മയുടെ അനിയത്തിയാണ് നമ്മൾ വിളിച്ചു, കൊച്ചമ്മ വാ കഴിക്കാം. ഇല്ല, എനിക്ക് വിശക്കുന്നില്ല. വിശപ്പില്ലായിട്ടല്ല, കുരുക്കൊപ്പിക്കുക, സഹകരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കല്യാണ വീട്ടിലെ മിക്ക ഇടങ്ങളിലും കുരുക്കൊപ്പിക്കത്തേ ഉള്ളൂ, യോജിക്കുകയല്ല. പെന്തിക്കോസുകാരുടെ കല്യാണമാണെങ്കിൽ പല അഭിപ്രായം പറയും. സാരി കൊള്ളുകയല്ല, വിളിച്ചതൊത്തില്ല, വാതൊക്കെ നിന്ന് വിളിച്ചേച്ച്. ഈ വന്ന കാലത്തൊക്കെ ചിലപ്പം ഫോണിൽ കൂടെ വിളിക്കാനേ ഒക്കൂ. അതൊക്കെ ഈ കാലവുമായിട്ടും കുറച്ചൊക്കെ യോജിക്കണേ. ചൊല്ലി പറയുന്നുണ്ട്, കല്യാണത്തിന് വരെ ഇല്ല, മുറ്റത്ത് നിന്ന് വിളിച്ചാച്ചാ മുറ്റത്തെങ്കിലും വന്നല്ലോ, ഇല്ലേ? വന്നില്ലേ? ഈ പിടിവാശിയും അങ്ങനെയുള്ള ഈ ചീത്ത സ്വഭാവം ഒന്നും കൊള്ളുകയല്ല. നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ കാലം അങ്ങനെ. അപ്പം അത് സഹകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മര്യാദ. ഒരാളെ കല്യാണം വിളിക്കാൻ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന വഴി വെച്ച് കണ്ടു. എന്തുകൊണ്ട്? ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാ. അങ്ങ് പറയട്ടെ. ഇല്ലില്ല, ഇവിടെ വെച്ച് പറഞ്ഞാൽ ഞാൻ വരത്തില്ല, വീട്ടിൽ വരണം. ഉണ്ടോ? പുള്ളി വീട്ടിൽ ചെന്നു, കയറിയിരുന്നു, മറ്റേ പുള്ളിയും കയറിയിരുന്നു, കാര്യമൊക്കെ പറഞ്ഞു. ഇനിയും വിളിച്ചാട്ടെ. എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. ഞാൻ ചിലരോടൊക്കെ പറയും, അയ്യോ ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി, അത് മതി. ഈ സ്നേഹവും നല്ല മനസ്സും പരമാർത്ഥ ഹൃദയമാണേ അതൊക്കെ മതി. ഈ കുരുക്കുകാരാ ഉള്ള പിടിവാശിയല്ല ഒപ്പിക്കുന്നത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ. നല്ല മനസ്സായിരിക്കണം നമുക്ക്. അവരുടെ സാഹചര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ കല്യാണ വീട്ടിലെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുകയല്ല. അഥവാ കൂടിയാൽ എന്തേലും കുരുക്ക്, ഡ്രസ്സ് എടുത്തതൊത്തില്ല, ഞാൻ ഈ കളറല്ല ഉദ്ദേശിച്ചത്, പിന്നെ തന്നപ്പം ഞാൻ എതിരൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെ എന്തല്ല. പക്ഷേ മരണവീട്ടിൽ അങ്ങനല്ല. മരണവീട്ടിൽ എല്ലാവരും കൂടും. ഉടക്കുണ്ടാക്കുന്നവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത് മരണവീട്ടില. എന്നാലും അവിടെയും ഉടക്കുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. പേര് സ്ഥലം പറഞ്ഞത്, സ്വന്തം സഹോദരൻ മരിച്ചപ്പം ഭാര്യ മക്കളും അയ്യോ എൻ്റെ അപ്പച്ചോ എന്നും പറഞ്ഞ് നില വിളിച്ചപ്പം
സ്വന്തം അപ്പുറത്തുള്ള പുള്ളി ഒരുങ്ങി വേറെ സ്ഥലത്ത് പോയി. ഉടക്കായിരുന്നു. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് മിണ്ടുന്നില്ല. സ്വന്തം സഹോദരൻ അന്നേരം ഉടുത്ത തുണി മാറി വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി. അടക്കം കഴിഞ്ഞ് 2 ദിവസം കണ്ട് കഴിഞ്ഞാ വന്നേ. വേറൊരു സംഭവം കൂടെ പറയാം. ജ്യേഷ്ഠന്റെ വീട്ടിലൊരു മരണം നടന്നു. അനിയന്റെ പിള്ളേര് ഡെഡ് ബോഡി കാണാൻ ചെന്ന് പറഞ്ഞ് ഇവിടെ കാണാനൊക്കത്തില്ലെന്ന്. എല്ലാവരും വേറെ പുസ്തകം എടുത്തോണ്ടാ ഓടുന്നേ. രാവിലെ ഇതെടുത്തോണ്ട് ഓടുന്ന കണ്ടാൽ ആരാധനാക്രമം, സിയോൻ ഗീതാവലി, സത്യവേദ പുസ്തകം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ യോസേപ്പ് സഹോദരന്മാരുമായിട്ട് ഒന്നിച്ചു അപ്പനെ അടക്കാൻ പദ്ധതി കിട്ടു. അങ്ങനെ ഇവര് അപ്പനെ കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് അടക്കി. അപ്പനെ അടക്കി വെച്ച് തിരിച്ചു വന്നപ്പോൾ യോസേപ്പിന്റെ സഹോദരന്മാർക്ക് വെപ്രാളമുണ്ടായി. അങ്ങനെ ഇവര് വെപ്രാളമുണ്ടായി യോസേപ്പിന്റെ അടുക്കൽ ആളയച്ചു. അതാണ് 14-ാമത്തെ വാക്യം മുതൽ വായിച്ച്. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷെ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം. അപ്പൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ സഹോദരന്മാർ യോസേപ്പിനോട് ധാരാളം ദോഷം ചെയ്തവരാ. ദോഷം ചെയ്തു, ഇവര് പാപം ചെയ്തു, യോസേപ്പിനെ ദ്വേഷിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ വേറൊരു ഭാഗത്തുണ്ട്, അധികം ദ്വേഷിച്ചു. യോസേപ്പിനോട് എന്തെല്ലാം കടുങ്കയായി ഇവർ ചെയ്യുന്നത്. യോസേപ്പ് ഇവർക്ക് വിരോധമായിട്ട് ഒന്നും ചെയ്തില്ല, ഒരു കാര്യം ഒന്നും ചെയ്തില്ല. ഇവർക്ക് ഗുണമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് ധാരാളം ഉപദ്രവിച്ചു യോസേപ്പിനെ. ഇവർ യോസേപ്പിനെ പകച്ചു, ദ്വേഷിച്ചു. ഈ പകയ്ക്കാനുള്ളതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പുള്ളി സ്വപ്നമൊക്കെ ഇടയ്ക്ക് കാണും. പിന്നെ എൻ്റെ അഭിപ്രായമാ, പരിജ്ഞാനക്കേട് കൊണ്ടാണോ പുള്ളി ഇതെല്ലാം അങ്ങ് പറയുകയും ചെയ്തു. ഈ സ്വപ്നം കണ്ട് പറഞ്ഞു. അപ്പൊ എൻ്റെ ഭാഷ ഞാൻ പറയാ, ദൈവകൃപയും അഭിഷേകവും യോസേപ്പിന്റെ മേലുണ്ട്. അതാ ഇതിന്റെ മെയിൻ വിഷയം. സ്തോത്രം. അതുകൊണ്ടാണ് ഇവർ പകയ്ക്കുന്നത്. അല്ലെ പിന്നെ പകയ്ക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? 10 കച്ചവടം വല്ലതും നടത്തിയോ? ഇല്ല. വണ്ടി കച്ചവടം വല്ലതും നടത്തിയോ? ഇല്ല. വാക്കുതർക്കം വല്ലതും ഉണ്ടായോ? ഇല്ല. അതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? അതോ എന്തെങ്കിലും മേടിച്ചിട്ട് കൊടുത്തില്ലേ? മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. ഒന്നുമില്ലല്ലോ. സ്തോത്രം. പിന്നെ എന്താ യോസേപ്പിന് പകയ്ക്കാൻ കാരണം? യോസേപ്പ് ദർശനം കാണുന്നു, യോസേപ്പ് വെളിപ്പാട് കാണുന്നു. അതുകൊണ്ട് അധികം ദ്വേഷിച്ചു, പകച്ചു. വേറെ ഭാഗത്തെടുത്തുണ്ട്, സമാധാനപരമായിട്ട് ഇവർ സംസാരിക്കുകയല്ല. യോസേപ്പ് എന്ത് ചോദിച്ചാലും ഇവന്മാർ കയറി ഓടക്കാം. അധികം ദ്വേഷിച്ചു. ഒടുവിൽ പൊട്ടക്കിണറ്റിനകത്തിട്ടു. അപ്പം കൊടുത്ത അങ്കി ഇവർ ഊരിക്കെടുത്തു. എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷേ ഇവർ ധരിച്ചത് ഇവരുടെ സ്വഭാവമായ യോസേപ്പിനെന്ന അല്ല. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, യോസേപ്പ് യേശു ക്രിസ്തുവിന് നിഴല, യേശു ക്രിസ്തുവിന് നിഴല. അതുകൊണ്ടാ സഹോദരന്മാര് ദോഷമെല്ലാം നിരൂപിച്ച് അധികം ദേഷിച്ച് ഉപദ്രവിച്ച് അസൂയോട് ഇടപെട്ട് സമാധാനമായി സംസാരിക്കാൻ പോലും തുനിഞ്ഞില്ല. പക്ഷെ യോസേപ്പിന് നല്ല കാലം വന്ന് യോസേപ്പ് മന്ത്രിപദത്തിലെത്തിയപ്പോൾ ഈ ദോഷം ചെയ്തവർക്ക് വെപ്രാളമുണ്ടായി. ഇവര് അപ്പനെ അടക്കേച്ച് തിരിച്ചു വന്നപ്പോൾ ചേട്ടന്മാരെല്ലാം കൂടെ പറഞ്ഞ്, മിക്കവാറും നമുക്ക് പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. അവരൊരുത്തനെ വിളിച്ചേച്ച് പറഞ്ഞേ,
നീ യോസേപ്പിനിടയ്ക്ക് മധ്യസ്ഥത, നീ യോസേപ്പിനോട് എന്ന് പറയണം, അപ്പം ജീവിച്ചിരുന്നപ്പം ഞങ്ങൾ ഒത്തിരി ദോഷമല്ല. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നമുക്ക് ദോഷം ചെയ്യുന്നവരോട് തിരിച്ച് ദോഷം ചെയ്യരുത്. വലിയ സന്തോഷമില്ല. ചെയ്യരുത്. നമുക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിയെന്ന് വരാം, നമ്മൾ നടത്തരുത്, ചെയ്യരുത്. സ്തോത്രം നിങ്ങൾക്ക് ചെയ്യണമെന്നാ തോന്നുന്നെന്ന് തോന്നുന്നു. അത് പറഞ്ഞിട്ടൊരു സന്തോഷമില്ലല്ലോ. നിങ്ങളിപ്പോൾ പറയാം, പാസ്റ്റർ എന്ത് വേണേലും പറഞ്ഞോ, ഞാനിതിന് പരിഹാരം ഉണ്ടാക്കാതെ എൻ്റെ കയ്യിൽ എന്നേലും കിട്ടും, അന്ന് ഞാൻ ദൈവത്തിന് മഹത്വം. ദോഷം ചെയ്യരുത്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെയും എല്ലാവരും മകിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. ഞാൻ ഈ ദോഷം പറയാത്തതും ചിന്തിക്കാത്തതും പ്രവർത്തിക്കാത്തതിൻ്റെ കാരണവും കൂടെ പറയാം. ഇവരുടെ എല്ലാം പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതാ. പിന്നെ എനിക്ക് ആ വായിക്കൂടെ അങ്ങനെ പിന്നെ ദോഷം പറയുന്നേ ഒക്കത്തില്ല. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരുടെയും പേര് പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട്. പേരൊന്നും അപ്പം നിങ്ങൾ വെച്ചിട്ട് ആരുടെയൊക്കെ പേരാന്നായിരിക്കും. അത് എൻ്റെ രഹസ്യ പ്രാർത്ഥനയിലുള്ളതാണ്. ഓരോരുത്തർ നിങ്ങൾ ചിന്തിക്കരുത് എനിക്കൊന്നും അറിയാൻ മേലെന്ന്. ഓരോരുത്തരെ അറിയാം. ആരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ ഏത് വിധത്തിൽ, ഇത് മുഴുവൻ അറിയാം. ഇനി അല്പം കടത്തി ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ചില പറഞ്ഞ് വിശദീകരണം കൊടുക്കാൻ. ഞാൻ വിശദീകരണം തരാം, ഒരു 1-2 മണിക്കൂർ ഇരിക്കണം. അനേകരുടെ പേരുകൾ അതിനകത്ത് വരും, പല പ്രശ്നങ്ങളും വരും. സ്തോത്രം. സ്തോത്രം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. വേറൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, എന്നെ ഒന്ന് വിളിക്കുക എന്നെങ്കിൽ ഞാനിതെല്ലാം കൂടെ നല്ലതുപോലെ വിശദീകരണം കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട എൻ്റെ പൊന്നച്ച, ഒരു വിശദീകരണോ. സ്തോത്രം. നിന്റെ വിഷയം ദൈവത്തെ പരമേൽപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ പരമാർത്ഥ മനസ്സോടെ പറയാം, ഞാൻ മനഃപൂർവമായിട്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ ഈ ശുശ്രൂഷയുടെ സമയത്ത് മുഖം നോക്കാതെ പറയും. അങ്ങനെയൊക്കെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ധാരാളം ആൾക്കാർക്ക് എന്നോട് വൈരാഗ്യമുണ്ട്. എന്നാൽ അനേകര് സന്തോഷിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ പ്രാർത്ഥനകളുടെ പിൻബലം കൊണ്ടായി ഇതുവരെ നിൽക്കുന്നത്. ദൈവത്തിന്റെ കൃപയും അറിഞ്ഞുകൊണ്ട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഉപദ്രവിക്കുകയാണ്. എനിക്ക് ഇഷ്ടമില്ലെന്ന് കണ്ടാൽ ഞാനങ്ങ് ഒഴിഞ്ഞു മാറും. വെറുതെ അവിടെ നിന്ന് മെനക്കെടുകയല്ല. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്യുക. അല്ലാതെ പുറകെ നടന്ന്. സ്തോത്രം. ദൈവമക്കൾ ദോഷത്തിന് ദോഷം ചെയ്യരുത്. ഇവിടെ യോസേഫിന്റെ അടുക്കൽ ഇവരെ ആണെന്ന് വിടുക. വായിച്ചേ 14 മുതൽ ഒന്നുകൂടെ വായിച്ചേ. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും
മിസ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസഫ് തമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. നാം അവനോട് ചെയ്ത സകല ദോഷത്തിന് നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന്. ഈ ചേട്ടന്മാരുടെ അകത്ത് വെപ്രാളമാ. യോസേപ്പ് പ്രതികാരം ചെയ്യും. ഇല്ല, നല്ല യോസേപ്പ് ആകുന്ന യേശു പ്രതികാരം ചെയ്യുന്നവനല്ല. യേശു പ്രതികാരത്തിന്റെ ദൈവമല്ല. യേശു നശിപ്പിക്കുന്ന ദൈവമല്ല. യേശു പ്രതികാരദാഹിയല്ല. യേശു ക്രിസ്തു രക്തദാഹിയല്ല. അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനായ യേശു. അവിടുത്തെ സ്നേഹം അത്ര വലുതാ. സ്തോത്രം. നമ്മുടെ കർത്താവ് പ്രതികാരം ചെയ്യുന്നവനല്ല. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനായിരുന്നെങ്കിൽ ഒരെണ്ണ ഇതിനകത്ത് കാണുകയില്ല. ഇതിനകത്ത് നല്ല പെന്തിക്കോസിൽ ഒരെണ്ണം നിങ്ങൾ പറ. പഴയ പെന്തിക്കോസുകാരില്ലേ? കർത്താവ് പ്രതികാരം ചെയ്യാന്നെങ്കിൽ കാണുമാരിലും. മുളക്കൊടയിൽ ആരെങ്കിലും കാണുവോ? കുമ്പനാട്ട് ആരെങ്കിലും കാണുവോ? പുനലൂര് വല്ലവരും കാണുമോ? തിരുവല്ലായി കാണുമോ? ഈ സഭയ്ക്കകത്ത് കാണുമോ? അവിടുന്ന് കരുണയുള്ളത് കൊണ്ട്, അവിടുന്ന് ദയയുള്ളത് കൊണ്ട്, അവിടുന്ന് മഹാ ദയയുള്ള ദൈവമായതുകൊണ്ടാ ഞാനും നിങ്ങളും ഇന്ന് പകൽ ഇവിടെ ആയുസോടിരിക്കുന്നത്. എന്റെ നാഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, കോര വൈദിക ബലമവൻ തകർത്തല്ലോ തന്റെ കൈകളിൽ. സ്തോത്രഗീതം പാടിയിടും ഞാൻ തന്റെ കൈകളിൽ. സ്തോത്രഗീതം പാടിയിടും ഞാൻ. കൃപ കൃപ ഹല്ലേലൂയ. കൃപ കൃപ ആനന്ദമായ വൈരികൾ എന്നാലും അമ്പെ വൈരികൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടുത്തെ ദയയുള്ള ദൈവമാണ്, അവിടുന്ന് കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഇന്ന് പകലും ആയുസോട് ഇവിടെ എത്തുവാനിടയായത്. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ അവസാന ദിവസത്തോട് അടുക്കുക. ദൈവം ദയയുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടുന്ന് കരുണയുള്ളത് കൊണ്ടാ, അവിടുന്ന് ദീർഘക്ഷമയുള്ളത് കൊണ്ടാ, അവിടുന്ന് മനസ്സലിവുള്ളത് കൊണ്ടാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. ദൈവമേ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. ഓ, രാവിലെ അവിടുത്തെ ദയയും രാത്രി തോറും വിശ്വസ്തത വർണ്ണിക്കുന്നത് വളരെ നല്ലതാ. ദൈവത്തിന്റെ ദയക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുത്തെ ദയക്കായി, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ കരുതലിനായി, അവിടുത്തെ ദയക്കായി. ഓ ജീസസ്. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ദയ. കൃപ കൃപ കൃപ. ദൈവകൃപ 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 ദൈവകൃപ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവകൃപ ദൈവകൃപ ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ ദിവസം ആ വാക്യം ഓർപ്പിച്ചു. നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ. വിലാപങ്ങളിൽ വായിക്കുക. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദയയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുക്ക. ഈ ചേട്ടന്മാർക്ക് ഇപ്പം അവര് പറയാ, നമ്മൾ ചെയ്തതുപോലെ യോസേപ്പ് നമ്മോട് ചെയ്യുന്നു. വായിച്ചു വന്നൂടെ. പക്ഷെ യോസഫ് നമ്മെ ദ്വേഷിച്ചു, നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന്. അതെ, ഇവർക്ക് മനസ്സിലായല്ലോ നമ്മൾ ദോഷം ചെയ്തെന്ന്. അത്ര പറഞ്ഞാ മതി. ഇവർക്ക് മനസ്സിലായല്ലോ ദോഷം. അത്ര പറഞ്ഞാ മതി. അതാ യോസേപ്പ് അങ്ങ് അടിപ്പളയിലും പിടികിട്ടിയല്ലോ. പക്ഷെ അന്ന് ചെയ്തപ്പോൾ ഇത് ദോഷമാണെന്നും ഓർക്കുന്നുമില്ല, ചിന്തിക്കുന്നില്ല. ഏതാണ്ട് വലിയ ക്രെഡിറ്റ് ആയിട്ടായിരിക്കുന്നേ. ഞങ്ങൾ ഏതാണ്ടല്ല ചെയ്തു. ഞങ്ങൾ നല്ല പൂട്ട് പൂട്ടി. ഇത് കൂടുതലൊരു പൂട്ട്. സ്തോത്രം.
ഏതാണ്ട് വലിയ കാര്യം ചെയ്ത പ്രതീതിയായിരുന്നു. പക്ഷെ യോസേപ്പ് ഒന്നും വേണ്ടിയില്ല. സ്തോത്രം. പ്രതികാരത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന ആ ദൈവ സ്നേഹം, ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ അകത്തെ ആ സ്നേഹമായിരിക്കണം വ്യാപരിക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവര് പറയാ, നമ്മൾ ചെയ്ത ദോഷത്തിന് പകരം നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മോട് പ്രതികാരം. ഇവർക്കങ്ങ് വെപ്രാളമാണ്. ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്ക് അറിയാം, കോഴിയെ കട്ടവന്റെ തലയിലാന്നല്ലോ കോഴിയുടെ തൂവല്. അത് പറഞ്ഞപ്പോൾ ഒരാൾ തപ്പിയെന്ന്. വേറെ ആരും എന്നാ തപ്പാഞ്ഞേ? ഇപ്പൊ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പം ചിലർ കയറി ഉടക്കും. നമ്മളെന്തിനാ ഉടക്കുണ്ടാക്കുന്നേ? നമ്മളെ ബാധിക്കുന്നതാണേ. ഉടക്കുണ്ടാക്കുമ്പോൾ ഓർത്തോണം ഇല്ലേ? ഒരിക്കലും 3-4 പേര് ഡെസ്കും ബെഞ്ചും ഈ ഹോട്ടലിൻ്റെ വാതൊക്കെ ഇഡലിയും സാമ്പാറും കഴിക്കുന്നു. 3-4 പേര് രാവിലെ നിരന്നിരുന്ന് 3-4 പേര് നിരന്ന് ഇഡലിയും സാമ്പാറും കഴിക്കുന്നു. ഡെസ്കും ബെഞ്ചും വെളിയില്ല, ചെറിയ ഹോട്ടലാണ്. അപ്പം വെളിയിലിട്ടിരിക്കുക. ചൂട് സാമ്പാറും രാവിലെ പുഴുങ്ങിയ ഇഡലി. അല്പം കഴിഞ്ഞപ്പം ഒരു പോലീസുകാരൻ പുള്ളി ഇഡലി കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നു. അന്നേരം അങ്ങേയറ്റത്തിരുന്നവൻ ഒറ്റ ഓട്ടം, ഇഡലി ഇട്ടേച്ച് പോലീസുകാരൻ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ മനസ്സിലായവൻ അവിടുത്തെ നമ്പർ 1 പോക്കറ്റടിക്കാരനാ. ബാക്കി 3 പേരെന്നാ ഓടാഞ്ഞേ. അവരാ കൊടുത്ത 4 ഇഡലി കഴിച്ചേച്ച് 1 ഇഡലിയും കൂടെ തരാൻ പറഞ്ഞ് അവരിരിക്കുക. മറ്റവൻ 2 ഇഡലിയെ തൊട്ടപ്പോഴാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെന്തിനാ ഓടക്കൊണ്ടാക്കുന്നത്? സ്തോത്രം. നീ ദൈവസന്നിധിയിൽ നിന്നാലാവും വിധം വിശ്വസ്തയോടെ നിന്നാൽ, ഞാൻ ഈ പറയുന്ന പദമൊക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയാലാവും വിധമേ ഒക്കുള്ളൂ. ദൈവത്തിന്റെ ഹിതം പോലെ ജീവിക്കാൻ പറ്റുമോ? അയ്യോ, നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്തേലും ഒന്ന് പറ. നമ്മളാലാവും വിധം. ഞാൻ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് പറഞ്ഞു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറ്റം പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി വാചകമൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പം ദൈവകൃപയിൽ ശരണം വിട്ട് ഒരു ഉത്തമ ഭാര്യയുടെ കടമകൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് എന്നാലാവും വിധം, അതേ ഒക്കുള്ളൂ. ഒരു ഉത്തമനായ ഭർത്താവിൻ്റെ കടമകൾ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് എന്നാലാവും വിധം, അതേ ഒക്കുള്ളൂ. നിങ്ങളെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാ. സിംഹഭാഗവും ഒരു ഭാര്യയുടെ എല്ലാ കടമകളും ഇതുവരെ നിവർത്തിച്ചെങ്കിൽ, ഒരു ഭർത്താവിൻ്റെ എല്ലാ കടമകളും ഇതുവരെ ഒന്നിനും ഒരു കുഴപ്പം കൂടാൻ നിവർത്തിച്ചെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ളവർ കൈ പൊക്കണം. ഞാൻ കണ്ണടയ്ക്കും. ഞാൻ പൊക്കത്തില്ല. ഷിനു കയ്യും പൊക്കണ്ടൊന്നും ചെയ്യണ്ട. ആരെ കൊണ്ട് പൊക്കത്തില്ല. നമ്മളെല്ലാം മനുഷ്യരാ. ആരും ഇവിടെ പൂർണ്ണരല്ല. പിന്നെ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് നമ്മളാലാവും വിധം. പൂർണ്ണനായിട്ട് ഒരുവനേ ഉള്ളൂ, സർവജ്ഞനായ ദൈവം. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നമ്മുടെ ദൈവം ദോഷത്തോടെ ഇടപെടുന്നവനല്ല. സഹോദരന്മാർക്ക് വെപ്രാളമുണ്ടായി. ജോസഫ് നമ്മെ ദ്വേഷിച്ച് പകയ്ക്കുമെന്ന്. വായിച്ചേ.
നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. പ്രതികാരം ചെയ്യുമെന്ന് ഇവര് തന്നെ പറയും. ഇവർക്ക് അങ്ങ് വെപ്രാളമായി. അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൊ ഒരുത്തനെ പിടിച്ച് യോസേപ്പിന്റെ അടുക്കലോട്ട് അയച്ച. ഇവർക്ക് പണ്ട് മുതലേ ഈ മധ്യസ്ഥന്റെ ഇടപാടാ. ഇവർക്ക് എപ്പോഴും ഇടയ്ക്ക് ഒരാള് വേണം. ആ യോസേപ്പിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവരൊരുത്തനെ വിളിച്ച്, എടേ വലിയ സാറ് വരുമ്പോൾ ചെന്ന് പറയണം ഞങ്ങൾ പരമാർത്ഥികളാ. എന്നിട്ട് അവൻ പറഞ്ഞു ഇവിടെ ഡയറക്റ്റാ കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കാര് ഇല്ലെന്ന്. അപ്പോൾ ഇവരെവിടെ ചെന്നാലും മധ്യസ്ഥനായിട്ടൊരുത്തനെ കണ്ടുപിടിക്കും. ഇവരൊരുത്തനെ പറഞ്ഞു വിട്ടു. നീ യോസേപ്പിന്റെ അടുക്കൽ ചെന്ന്, അപ്പൻ മരിക്കും മുൻപേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസഫിനോട് പറവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. അതാ യോസേപ്പിന്റെ മനസ്സ്. ഈ ദ്രോഹവും ദോഷമെല്ലാം ചെയ്തിട്ടും യോസേപ്പിന്റെ മനസ്സ് നോക്കിയേ. ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കരയുക. ഇതുപോലെ മനസ്സുള്ളൊരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. യോസേപ്പ് കരഞ്ഞു. അടുത്ത വാക്യം, അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുൻപാകെ വീണു. ഇത് ഒരു ദർശനം നിറവേറിയ സമയമാണ്. ഇവന്റെ സഹോദരന്മാർ അവന്റെ മുമ്പിൽ ചെന്ന് വീണു. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാ. ദൈവം നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലോചന പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ കൂടോ ആത്മാവിലോ പ്രവചനാത്മാവിലോ ഏത് വിധേനയാണെങ്കിലും ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. പോരാടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അത് നിറവേറ്റും. ദൈവം വിശ്വസ്തനാ. നിന്നോട് പറഞ്ഞ ആലോചന, കുടുംബത്തോട് പറഞ്ഞ ആലോചന, തലമുറയോട് പറഞ്ഞ ആലോചന, ശുശ്രൂഷയോട് പറഞ്ഞ ആലോചന, സഭയോട് പറഞ്ഞ ആലോചന, വ്യക്തിപരമായി പറഞ്ഞ ആലോചന, ആണ്ടുകൾ നീണ്ടുപോയാലും വർഷങ്ങൾ ഏറി വന്നാലും കാലങ്ങൾ കടന്നു പോയാലും പ്രാർത്ഥിച്ച് ബലപ്പെട്, ജാഗരിച്ച് ബലപ്പെട്. സമയമാകുമ്പോൾ ദൈവം അത് നിറവേറ്റും. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് വീണെന്ന അവന്റെ മുമ്പിൽ വീണു. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസേപ്പ് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ അപ്പനും സഹോദരന്മാരും, അയ്യോ ഞങ്ങൾ നിന്റെ മുന്നാകെ വന്ന് വീഴുവോ എന്ന്. അന്ന് പറഞ്ഞു. 37:9 വായിച്ചേ. 37:9. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. യോസേഫ് ആദ്യം കണ്ടത് കറ്റയുടെ കാര്യമാണ്. അത് പോട്ടെ. രണ്ടാമത് ഇപ്പൊ സൂര്യൻ ചന്ദ്രൻ വിഷയങ്ങളാ. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അടുത്തത്, അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചവനോട് നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അപ്പന് വരെ സംശയമാണ്. അപ്പനും ഇപ്പം ആത്മീക പിതാവാ, പക്ഷെ പുള്ളിക്ക് ഇപ്പം ഡൗട്ടാ. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൻ ചെറിയ പുള്ളിയൊന്നുമല്ല, ഒറ്റയ്ക്ക് ഓൾ നൈറ്റ് നടത്തിയ പുള്ളിയാ. ചെറിയ കൊച്ചപ്പനൊന്നുമല്ല, വല്യപ്പനാ എന്ന് പറഞ്ഞാൽ വലിയ അപ്പൻ, കൊച്ചപ്പനല്ല. ഒറ്റയ്ക്ക് പുള്ളി മിണ്ടുന്നില്ല. നമ്മൾ 10-25 പേര് തന്നെ ഓൺലൈൻ നടന്നിട്ട് 12:30 ഒരു തൂക്കവും മയക്കവും. ഇത് ഒറ്റയ്ക്ക് ഓൺലൈൻ നടത്തി വല്ല ദൂതനുമായിട്ടാ കയറി മല്ലി പിടിച്ചത്. അപ്പൊ ചെറിയ അപ്പനാന്നോ? സ്തോത്രം. അപ്പൻ നല്ല മിടുക്കനപ്പനാ. മാത്രമല്ല അപ്പൻ, എൻ്റെ അഭിപ്രായമാ, PT ഉഷേനെയും കവർ ചെയ്യുന്ന അപ്പനാ. ഒറ്റ ഓട്ടം ഓടിയിട്ട് ലൂസിൽ വന്നാ നിന്നെ. ലൂസായിട്ട് നിന്നതല്ല, ലൂസിൽ മിടുക്കന. നല്ല ആരോഗ്യമുള്ള അപ്പനാ. അതുകൊണ്ടല്ലേ ഓടിയത്. ആരോഗ്യമുള്ള അപ്പൻ, ഭയങ്കര പ്രാർത്ഥനാവീരൻ. ഹോശയാപ്പുറത്ത് വായിക്കുന്നത് മല്ലി പിടിച്ചെന്നല്ല, പ്രാർത്ഥിച്ചെന്നാ. അവൻ്റെ പുരുഷപ്രായത്തിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് പൊരുതി. അപ്പൊ പ്രാർത്ഥനാവീരനപ്പൻ, നല്ല കാഴ്ചപ്പാടുള്ളപ്പനാ.
പ്രവചനാത്മാവിൽ നിറഞ്ഞ അപ്പനാ. പ്രവചനമുണ്ട് അപ്പന്. പ്രവചനമുള്ള അപ്പൻ, പ്രാർത്ഥിക്കുന്ന അപ്പൻ, ആരോഗ്യമുള്ള അപ്പൻ, വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അപ്പൻ. വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഞാൻ പറയാം നിങ്ങൾക്ക് വചനം. ഈ യോസേപ്പ് ചേട്ടന്മാരെ 2ാം ഘട്ടം വിട്ടിട്ട് പറഞ്ഞു ബെന്യാമിനെ കൊണ്ടുവരാതെ ശിമിയോനെ വിടുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടന്മാർ വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പച്ച ശിമിയോനെ പിടിച്ച് ബന്ധിച്ചു, ഇനിയും ബെന്യാമീനെ കൊണ്ടുചെല്ലാതെ പുള്ളി വിടുകയില്ല. അപ്പോൾ അപ്പൻ വിഷയങ്ങൾ പരിഹരിച്ചത് അപ്പനോട് തന്നെ പിള്ളേരോട് പറഞ്ഞടാ ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ ഇനിയത്തെ പ്രാവശ്യം അവിടെ ചെല്ലുമ്പം തേണ്ട ഈ ബോഡനണ്ടി, ബദാം പരിപ്പ്, സാമ്പ്രാണി, നറമ്പശ, ഹൽവാനഭശ, ഗുൽഗുലു ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ പുള്ളിക്ക് തിരുമുൽക്കാഴ്ച വെക്കണം. ഉണ്ടോ? അപ്പോൾ ആൾക്കാരെ മയക്കി അടിക്കാനും അപ്പന്, ആൾക്കാരെ മയക്കാനും എന്നാ കൊടുത്താൽ ഇന്നയാൾ മയങ്ങും ഇല്ലേ? ചിലക്ക് ശാപ്പാട് കൊടുത്താൽ മതി അവർ മയങ്ങും, ചിലക്ക് വസ്ത്രം കൊടുത്താൽ മതി അവർ വീടും, ചിലക്ക് ഫോറിൻ സോപ്പും 2 സ്പ്രേയും കിട്ടിയാൽ മതി അവരും, ചിലക്ക് കാശ് കൊടുത്താൽ മതി അവർ വീടും, ചിലക്ക് ഇതൊന്നും വേണ്ട നുണയും കൊതിയും കേട്ടാൽ മതി, അവർക്ക് ആവശ്യം വേണ്ട പുത്തനും വേണ്ട, ആരുടെയും കുറ്റവും കുറവും ഒക്കെ. ഇതെല്ലാം അപ്പൻ നല്ല മിടുക്കനാണ്. അപ്പം പറഞ്ഞു ഈ ബോഡനണ്ടി, ബദാം പരിപ്പ്, സാമ്പ്രാണി, നറമ്പശ, കൽവാനപ്പശ, ഗുൽഗുലു ഇതാ ദേശാധിപതിക്ക് കാഴ്ച വെക്ക്, പുള്ളി വീടും. അപ്പൊ ചെറിയ അപ്പനല്ല, വലിയ അപ്പനാ. പ്രാർത്ഥിക്കുന്ന അപ്പൻ ഒറ്റ ചോൾനൈറ്റ് നടത്തി. പ്രവചനമുള്ള അപ്പനാ. അതിലെ ഉൽപ്പത്തി 49 കുഞ്ഞുങ്ങൾക്ക് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് കഴിവും